എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചുവപ്പ് ചെമ്പരത്തിയെക്കുറിച്ചാണ്. വാസ്തുപ്രകാരം വീടുകളിൽ ചെമ്പരത്തി നട്ടുപിടിപ്പിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള ചെടികളും മരങ്ങളും നമ്മുടെ ആരോഗ്യത്തിലും മാനസിക സന്തോഷത്തിലും വളരെയധികം സ്വാധീനിക്കാറുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ചില ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കുന്നത് നല്ല ഗുണഫലങ്ങൾ നൽകും. നമ്മുടെ വീടുകളിൽ ചെമ്പരത്തി നട്ടുവളർത്തുന്നത് കാണാം. പല നിറങ്ങളിലും വലുപ്പത്തിലുമുള്ള പൂക്കൾ വിരിയുന്ന ചെമ്പരത്തി ചെടികൾക്ക് വാസ്തുശാസ്ത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. കൃത്യമായ സ്ഥലത്ത് ചെമ്പരത്തി നട്ടുപിടിപ്പിച്ച ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയും. വീടിൻ്റെ വടക്ക് ദിശയിലോ കിഴക്ക് ദിശയിലോ ചെമ്പരത്തി ചെടി നടുന്നതാണ് ഏറ്റവും നല്ലത്. ധൈര്യത്തിൻ്റെ പ്രതീകമാണ് ചുവപ്പ് നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂവ്. അതിനാൽ ജീവിത പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ചുവന്ന പൂക്കൾ ഉണ്ടാക്കുന്ന ചെമ്പരത്തി ചെടി നട്ടുപിടിപ്പിക്കുന്നത് പോസിറ്റീവ് എനർജി കുടുംബത്തിൽ നിറയ്ക്കും. ഗ്രഹനില പ്രകാരം സൂര്യൻ ബലഹീനനാണെങ്കിൽ ചെമ്പരത്തി നടുന്നത് അതിനൊരു പരിഹാരമാണ്. കിഴക്ക് ദിക്കിലാണ് ചെമ്പരത്തി ചെടി നടേണ്ടത്. ഗുണഫലങ്ങൾ നിറയ്ക്കുന്നതിനോടൊപ്പം വീട്ടിൽ നിന്നും പ്രതികൂല ഊർജത്തെ അകറ്റി നിർത്താനും ചെമ്പരത്തി ചെടി നട്ടുവളർത്തുന്നതിലൂടെ സാധിക്കും. ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർക്കും വീട്ടുമുറ്റത്ത് ചുവന്ന ചെമ്പരത്തി നട്ടുവളർത്താവുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ തടസ്സം നേരിടുന്നതും വിവാഹശേഷം പങ്കാളിക്ക് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമൊക്കെയാണ് ചൊവ്വാദോഷത്തിൻ്റെ പൊതുവെയുള്ള ഫലങ്ങൾ. എന്നാൽ ഈ ദോഷങ്ങളുടെ ഫലശക്തി കുറയ്ക്കാൻ ചെമ്പരത്തി ചെടി നടുന്നതിലൂടെ സാധിക്കും. ശത്രുക്കളിൽ നിന്നുള്ള ദോഷഫലങ്ങൾ കുറയ്ക്കാനും സാധിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം വഴിമുട്ടി നിൽക്കുന്നവർക്ക് അതിനെ മറികടക്കാൻ ലക്ഷ്മി ദേവിക്ക് വെള്ളിയാഴ്ചകളിൽ ചുവന്ന ചെമ്പരത്തിപ്പൂക്കൾ സമർപ്പിക്കാം. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങൾ ചെമ്പരത്തിപ്പൂവ് സമർപ്പിക്കുന്നതും വളരെയേറെ ഗുണമാണ്. വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലും ദോഷപരിഹാരത്തിന് ഹനുമാൻ സ്വാമിക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഊർജത്തിൻ്റെ പ്രതീകമാണ് ചെമ്പരത്തിപ്പൂക്കൾ. കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം നിലനിർത്താൻ ചുവന്ന ചെമ്പരത്തിയും, കുടുംബത്തിൻ്റെ ഐക്യത്തിന് പിങ്ക് ചെമ്പരത്തിയും, പുതിയ തുടക്കങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ മഞ്ഞ ചെമ്പരത്തിയും, സമാധാനം നിലനിർത്താൻ വെള്ളച്ചെമ്പരത്തി നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വേണം ചെമ്പരത്തി നടാൻ. തെക്ക് പടിഞ്ഞാറ് ദിശകളിൽ ഒരു കാരണവശാലും ചെമ്പരത്തി നടരുത്. ഇത് പ്രതികൂല ഊർജത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും. കുടുംബത്തിൽ ഐശ്വര്യത്തിനും ദുരിതങ്ങൾ അകറ്റാനും ചെമ്പരത്തി ചെടി നടുന്നത് നല്ലതാണ്. ചെമ്പരത്തി പൂവ് കാഴ്ചയിൽ മാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തെയും മനോഹരമാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും കുറയ്ക്കാൻ ചെമ്പരത്തി പൂവിലൂടെ സാധിക്കുമെന്ന് വാസ്തുവിൽ പറയുന്നു. ഓരോ പ്രത്യേക ദിവസങ്ങളിൽ ചെമ്പരത്തിപ്പൂവ് ദൈവങ്ങൾക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അത് വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും. ചുവന്ന ചെമ്പരത്തിപ്പൂവ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിക്കും വെള്ളിയാഴ്ച ദിവസങ്ങൾ ലക്ഷ്മി ദേവിക്കും സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ കഴിയും. നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ ബലഹീനനാണെങ്കിൽ വീടിൻ്റെ കിഴക്ക് ദിശയിൽ ഒരു ചെമ്പരത്തി ചെടി നട്ടുപിടിപ്പിക്കുന്നതിലൂടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് ഊർജവും നശിക്കുന്നു. പഠിക്കുന്ന കുട്ടികളുടെ പഠനമേശയിൽ ഒരു ചെമ്പരത്തിപ്പൂവ് വയ്ക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കും. റോസാപ്പൂക്കൾ സമ്മാനമായി നൽകുന്നതുപോലെ ആരോടെങ്കിലും വിയോജിപ്പോ തർക്കമോ ഉണ്ടെങ്കിൽ ചുവന്ന ചെമ്പരത്തിപ്പൂക്കൾ നൽകാം. ഇതിലൂടെ തർക്കങ്ങൾ ഒഴിവാകുമെന്നാണ് വിശ്വാസം. അതുമാത്രമല്ല താരനെ ചെറുക്കാനും തലമുടിക്ക് കരുത്ത് പകരാനും ചെമ്പരത്തിപ്പൂവ് നല്ലതാണ്. കാളീദേവിക്ക് പ്രിയപ്പെട്ട പുഷ്പമാണ് ചെമ്പരത്തി. അതിനാൽ വീടുകളിൽ ചെമ്പരത്തി നട്ടുപിടിപ്പിക്കുന്നത് ഉത്തമമാണ്. ചെമ്പരത്തിയുള്ള വീടുകളിൽ ദേവിയുടെ അനുഗ്രഹമുണ്ടാകുമെന്നാണ് വിശ്വാസം. കിഴക്ക് ദിശയിൽ ചെമ്പരത്തി നട്ടാൽ വീട്ടിൽ പണം കുമിഞ്ഞുകൂടുമെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. ചെമ്പരത്തി നടുന്നതിലൂടെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ അകറ്റാനും സമാധാനം നിലനിർത്താനും ചെമ്പരത്തി സഹായിക്കും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാനും ചെമ്പരത്തി വളർത്തുന്നതിലൂടെ സാധിക്കും.
സുഹൃത്തിന് കുടുംബാംഗങ്ങൾക്കോ ഒരു ചെമ്പരത്തി ചെടി സമ്മാനിക്കുന്നത് വളരെ ശുഭകരമാണ്. ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർ ചെമ്പരത്തി ചെടി നട്ട് പരിപാലിക്കുന്നത് നല്ലതാണ്. ഇതിലൂടെ ദോഷങ്ങൾ കുറയും. ചെമ്പരത്തി ചെടിക്ക് താഴെ മലിനജലം ഒരു കാരണവശാലും വീഴാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമസ്കാരം.